ഈ നിരീശ്വരവാദികൾക്ക് പൊതുവെയുള്ള ഒരു അഭിപ്രായമാണ് സയൻസ് എന്തെങ്കിലും ഡിസ്കവർ ചെയ്താൽ മുസ്ലിംസ് ഉടനെ ഖുറാനും പൊക്കി പിടിച്ചു കൊണ്ടുവരും, അതൊക്കെ ഖുറാനിലുണ്ടെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് സയൻസിന് ഇതുവരെ എത്താൻ പറ്റാത്തതായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ, വിച്ച് ഈസ് ഓൾറെഡി മെൻഷൻ ഇൻ ഖുറാൻ. പ്രപഞ്ചത്തിന്റെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പഠനത്തിൽ ശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നത് ബിഗ് ബാങ് തിയറിയിലും, മനുഷ്യന്റെ ജീവന്റെ പഠനത്തിൽ ശാസ്ത്രം ഇന്നെത്തി നിൽക്കുന്നത് പാൻസ്പെർമിയ, അബയോജനിസ് തുടങ്ങിയ സിദ്ധാന്തങ്ങളിലാണ്. പാൻസ്പെർമിയ സിദ്ധാന്തമനുസരിച്ച് ജീവന്റെ അംശം അന്യഗ്രഹങ്ങളിൽ നിന്നും ഉൽക്കയോ മറ്റോ ആയി ഭൂമിയിലേക്ക് എത്തപ്പെട്ടതാണെന്നും, അബയോജനിസ് സിദ്ധാന്തമനുസരിച്ച് ലളിതമായ രാസവസ്തുക്കളിൽ നിന്ന് കോടിക്കണക്കിന് വർഷങ്ങളുടെ രാസപ്രവർത്തനത്തിന് ഫലമായി പ്രകൃതിദത്തമായി ഉണ്ടായതെന്നുമാണ് പറയപ്പെടുന്നത്. പൊതുവായ ശാസ്ത്രീയ തത്വം എന്തെന്നാൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ഉത്ഭവം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഏകകോശ ജീവിയിൽ നിന്നും പരിണമിച്ചുണ്ടായതെന്നാണ് ശാസ്ത്രം പറയുന്നത്. ലാസ്റ്റ് യൂണിവേഴ്സൽ കോമൺ ആൻസെസ്റ്റർ അല്ലെങ്കിൽ ലൂക്ക എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ തുടക്കം എല്ലാ ജീവജാലങ്ങൾക്കും ഒന്നാണെങ്കിലും ബുദ്ധിയുടെ കാര്യത്തിൽ മറ്റുള്ള ജീവികളെ അപേക്ഷിച്ച് മനുഷ്യൻ എങ്ങനെ മുന്നിലെത്തി, ബോധമെന്നാൽ എന്താണ്, അതെങ്ങനെ ബുദ്ധിയിലേക്ക് നയിക്കുന്നു എന്നതിനെക്കുറിച്ച് ശാസ്ത്രത്തിന് ഇതുവരെ ഒരു ഉത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ല. ശാസ്ത്രം ഇന്നും അതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ്. കോഗ്നിറ്റീവ് ന്യൂറോ സയൻസ്, ഫിലോസഫി, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തുടങ്ങിയ മേഖലകൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ഇതിൽ മനുഷ്യന്റെ കാര്യത്തിൽ വളരെ സിമ്പിളായി മനസ്സിലാക്കാൻ, മനുഷ്യരെ ഒരു കമ്പ്യൂട്ടറുമായി താരതമ്യപ്പെടുത്തിയാൽ കമ്പ്യൂട്ടറിലെ പ്രോസസ്സർ എന്നത് ചിന്തിക്കാനും അതിനനുസരിച്ച് കാൽക്കുലേഷൻസ് ഒക്കെ നടത്താൻ സഹായിക്കുന്നത് ബ്രെയിനാണ്. ഹാർഡ് ഡിസ്ക് എന്നത് നമ്മുടെ മെമ്മറിയും, DNA എന്നത് കമ്പ്യൂട്ടറിലെ സോഫ്റ്റ്വെയർ കോഡ് പോലെ നമുക്ക് കാണാം. DNA-യിലും ഒരുപാട് ജനിതക കോഡുകൾ അടങ്ങിയിട്ടുണ്ട് എന്നാണ് ശാസ്ത്രം പറയുന്നത്. നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ചയ്ക്കും പ്രവർത്തനങ്ങൾക്കും ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ DNA-യിലാണ് അടങ്ങിയിരിക്കുന്നത്. മാത്രമല്ല രസകരമായൊരു വസ്തുത എന്തെന്നാൽ എല്ലാ ജീവജാലങ്ങളുടെയും DNA കോഡിൽ അടിസ്ഥാന ഘടകമായ കോഡുകൾ ഒരേപോലെയാണ് എന്നതാണ്. ഇതിനെല്ലാം ഒരൊറ്റ ക്രിയേഷനിൽ ഉണ്ടായതാണ്, അതിൽ നിന്നും ഡിവൈഡ് ചെയ്തു വന്നതാണ് എന്നതാണ്. അതിൽ മനുഷ്യന് മാത്രം അൺലിമിറ്റഡ് ആയിട്ടുള്ള കഴിവ്, ആ ബോധം നമ്മുടെ ബുദ്ധിയുമായുള്ള പ്രവർത്തനം എങ്ങനെ നടക്കുന്നു എന്നത് ശാസ്ത്രത്തിന് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ്. കാലഘട്ടങ്ങളായി മനുഷ്യന്റെ പരിണാമങ്ങൾ കൊണ്ടും അനുഭവങ്ങൾ കൊണ്ടും വന്ന മാറ്റങ്ങളാണെങ്കിൽ എന്തുകൊണ്ട് ഇത് മറ്റുള്ള ജീവികളിലും ഉണ്ടായില്ല? കാരണം മറ്റുള്ള ജീവികളെല്ലാം അവർക്ക് എന്താണോ ജീവിക്കാനുള്ള ആവശ്യം അതിൽ ലിമിറ്റഡ് ആയുള്ള ചിന്തകൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് മനുഷ്യന് മാത്രം അവന് ജീവിക്കാൻ ആവശ്യമുള്ള ചിന്തകളല്ല, അതിനപ്പുറത്തേക്ക് ബ്രേക്ക് ചെയ്ത് കടന്നു പോകാനുള്ള ഒരു കഴിവ് എന്തുകൊണ്ടുണ്ടായി എന്നത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അതിനെക്കുറിച്ച് ഞാൻ റെഫർ ചെയ്ത് നോക്കുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് സൂറത്തുൽ ബഖറ 256, ദൈവം എല്ലാം അറിയുന്നവനും കേൾക്കുന്നവനുമാകുന്നു. സൂറത്ത് ആലും ഇമ്രാൻ വചനം 5, ഭൂമിയിലും ആകാശത്തുള്ള യാതൊന്നും ദൈവത്തിൽ നിന്നും മറഞ്ഞു നിൽക്കുകയില്ല. സൂറത്തുൽ ഹുജറാത്ത് വചനം 18, ആകാശത്തും ഭൂമിയിലുള്ള അദൃശ്യ കാര്യങ്ങൾ വരെ ദൈവത്തിന് അറിയാനായിട്ട് സാധിക്കുന്നു, മനുഷ്യർക്ക് പോലും കാണാൻ കഴിയാത്ത കാര്യങ്ങൾ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നവനുമാണ്. സൂറത്തുൽ മുൽക്ക് വചനം 13, നിങ്ങളുടെ വാക്ക് നിങ്ങൾ രഹസ്യമാക്കുകയോ പരസ്യമാക്കുകയോ ചെയ്യുക, തീർച്ചയായും അവൻ നിങ്ങളിലെ ഹൃദയങ്ങളിൽ ഉള്ള കാര്യങ്ങൾ വരെ അറിയുന്നവനാണ്. തീർന്നില്ല. സൂറത്തുൽ ഖാഫ് വചനം 16, നിങ്ങളുടെ മനസ്സ് മന്ത്രിക്കുന്നതുവരെ ഞാൻ അറിയുന്നു, ഞാൻ നിങ്ങളുടെ കണ്ടനാടിയേക്കാളും അടുത്തവനാണ്. ശാസ്ത്രീയമായ പഠനങ്ങളും ഖുർആനികമായ ഈ വചനങ്ങളുമെല്ലാം എത്തിച്ചേരുന്നത് പൊതുവായ ഒരു കണക്ഷനിലേക്കാണ്, അതായത് ഒരൊറ്റ കണക്ഷനിലേക്ക്. ഈ പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചതാണെന്ന് ഖുർആനിലെ പല ഭാഗങ്ങളിലായി നമുക്ക് കാണാൻ സാധിക്കും. തീർച്ചയായും പ്രപഞ്ചത്തിൻ്റെ ഉത്ഭവവും ജീവജാലങ്ങളുടെ ഉത്ഭവവും ശാസ്ത്രമായാലും ഖുർആനായാലും വിരൽ ചൂണ്ടുന്നത് ഈ ഭൂമിയുടെ മുകളിലോട്ടാണ്. അതായത് പ്രപഞ്ചത്തിൻ്റെയും ജീവജാലങ്ങളുടെയും ആ പൊതുവായ ആ ഒരൊറ്റ കണക്ഷനിലോട്ട്. അതായത് മനുഷ്യനെ ഒരു ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഒരു റോബോട്ടുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതൊരു ലോകത്തിൻ്റെ അറ്റത്ത് നിന്നും മനുഷ്യർക്ക് ആ ഒരു റോബോട്ടിൻ്റെ കണ്ണിലൂടെ കാഴ്ചയും ബ്രെയിനിൻ്റെ കൺട്രോളും ചിന്തകളും പ്രവർത്തനങ്ങളും എല്ലാം കാണാനും കൺട്രോൾ ചെയ്യാനും കഴിയുമെങ്കിൽ, അതിൻ്റെ ഓരോ ചലനം വരെ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ പ്രവർത്തനം നിലപ്പിക്കാനും കഴിയുമെങ്കിൽ, എന്തുകൊണ്ട് ഇതെല്ലാം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു ക്രിയേറ്റർ ഉണ്ടെങ്കിൽ ആ ക്രിയേറ്റർക്ക് നമ്മുടെ കണ്ണിലൂടെ കാണാനും നമ്മളുടെ പ്രവർത്തനങ്ങൾ അറിയാനും നമ്മുടെ ചിന്തകളെ അറിയാനും നമ്മളുടെ ഉദ്ദേശങ്ങളെ അറിയാനും ഭൂമിയുടെ സർവ്വജാല ജീവികളുടെ ഉദ്ദേശങ്ങൾ അറിയാനും സാധിക്കാനുള്ള പോസിബിലിറ്റി
തള്ളിക്കളയുന്നത്. മനുഷ്യർക്ക് മാത്രം പ്രത്യേകമായി കമ്പ്യൂട്ടറിലെ ഒരു പവർഫുൾ പ്രോസസ്സർ പോലെ ഈ ഒരു DNA-യും ബുദ്ധിയും ബോധവും അനുസരിച്ച് കമ്പ്യൂട്ടറുമായി താരതമ്യം ചെയ്യുമ്പോൾ അപ്ഡേറ്റ് ചെയ്യാനും ദൈവത്തിന് സാധിച്ചുകൂടാ. ആ ഒരു തലങ്ങളിലോട്ട് ശാസ്ത്രം എത്തിയിട്ടില്ല എന്നതാണ് വാസ്തവം. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിലേക്കുള്ള ഒരു കണക്ഷൻ പോലും ശാസ്ത്രത്തിൻ്റെ കോസാലിറ്റിയുടെ ലോക്ക് എതിരല്ല എന്നതാണ്. ദൈവത്തിൻ്റെ അപ്പുറത്തേക്ക് അത് കോസാലിറ്റി ലോ ബാധിക്കുന്നില്ല. കാരണം ഇതിൻ്റെയും സൃഷ്ടാവ് എന്നത് ദൈവമാണ്.